ഞാൻ പറയില്ലായിരുന്നു. എൻ്റെ പേടി കൊണ്ടാണ്. ഇല്ലായിരുന്നുവെങ്കിൽ അവളുടെ ഈ ഒരു ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കില്ലായിരുന്നു. സാറിൻ്റെ അമ്മ തന്നെ നേരിട്ട് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അത്രയും വലിയ ദുഃഖത്തിനിടയിലും അജിതയുടെ ആ വെളിപ്പെടുത്തൽ സഞ്ജയിലൊരു നടുക്കം സൃഷ്ടിച്ചിരുന്നു. ശ്രുതിയുടെ അമ്മ എന്താ പറഞ്ഞത്? എൻ്റെ അമ്മ എന്ത് പറഞ്ഞുവെന്ന്? അത് പിന്നെ സാറിനോട് പറയേണ്ടെന്ന് അമ്മ പറഞ്ഞതാണ്. സാറിന് ജാതക പ്രശ്നങ്ങളുണ്ട് എന്നും വിവാഹം കഴിഞ്ഞ അതേ അവസ്ഥ തന്നെ ശ്രുതിക്കുമുണ്ടാവും എന്നും പറഞ്ഞപ്പോൾ ഞാനൊരമ്മയല്ലേ, ഒന്നും മറച്ചു വെക്കണ്ട എന്ന് കരുതി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ ഏതമ്മയാ ഇതൊക്കെ അറിഞ്ഞിട്ട് സ്വന്തം കുഞ്ഞിനെ അപകടത്തിലേക്ക് തള്ളിവിടുന്നത്? അതുകൊണ്ട് കൂടിയാ ഞാൻ ഇത്രത്തോളം വാശി പിടിച്ചത്. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ പോലും അപകടത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ സന്തോഷത്തോടെ എൻ്റെ കുഞ്ഞ് യാത്രയായാലും അത് സഹിക്കാമായിരുന്നു. ഇതിപ്പോൾ മനസ്സ് വിഷമിച്ചല്ലേ അവൾ പോവുകയാണെങ്കിൽ പോലും. ആ അമ്മയുടെ കണ്ണുനീർ കണ്ടു വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു സഞ്ജയ്. ശ്രുതിയുടെ അമ്മ അങ്ങനെയൊന്നും പറയാതെ. ശ്രുതിക്കൊന്നും സംഭവിക്കില്ല. പഴയ ശ്രുതിയായി തന്നെ അവൾ തിരിച്ചു വരും. അമ്മ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു കുടുംബജീവിതവും അവൾക്കുണ്ടാവും. ഇല്ല മോനെ, ഇനി അവൾ തിരിച്ചു വരികയാണെങ്കിൽ എനിക്കൊരു ശാഠ്യവുമില്ല. പഴയതുപോലെ ഞാനൊന്നും പറയുകയുമില്ല. എൻ്റെ മോളെ ഒന്ന് ജീവനോടെ കിട്ടണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അവൾ തിരിച്ചു വരുവാണെങ്കിൽ മോൻ്റെ ഒപ്പം ജീവിക്കുന്നതാണ് അവളുടെ സന്തോഷമെങ്കിൽ ഒരു ദിവസം അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാ എനിക്കിപ്പോൾ സന്തോഷം. എല്ലാ ഈശ്വരന്മാരോടും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ഒരപകടവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ വേണ്ടി. അജിത നെഞ്ചു പൊട്ടി കരഞ്ഞു. എനിക്കും ആ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അയാൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ജീവൻ നൽകാനും ഞാൻ തയ്യാറാണ്. ഒരു പക്ഷേ എന്നെപ്പോലെ ഒരു നിർഭാഗ്യവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. മോൻ്റെ കണ്ണിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവളോടുള്ള സ്നേഹം മുഴുവൻ. ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും ഈശ്വരന്മാർക്കൊന്നും സാധിക്കില്ല. നിറഞ്ഞൊഴുകുന്ന മോൻ്റെ കണ്ണുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അവളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന്. ഉരുകുന്ന മോൻ്റെ മനസ്സിൻ്റെ ദുഃഖം കണ്ടിട്ടാണെങ്കിലും ഈശ്വരന്മാർ അവളെ തിരിച്ചു തരും എന്ന പ്രതീക്ഷയാണ് എനിക്ക്. നൊമ്പരത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരി സഞ്ജയ് അവർക്ക് സമ്മാനിച്ചപ്പോഴും ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് അമ്മ എന്തിന് തൻ്റെ ജീവിതത്തിൽ ഇത്തരമൊരു അവസ്ഥയ്ക്ക് അവസരം നൽകിയെന്നായിരുന്നു. ഒരിക്കലും മോശം ഉദ്ദേശത്തോടെ ആയിരിക്കില്ല അമ്മയത് ചെയ്തിട്ടുണ്ടാവുക. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെ ശ്രുതി തൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും ഇക്കാര്യം സംസാരിച്ചിരുന്നു ശ്രുതിയുടെ അമ്മയോട് എന്ന് തന്നോട് അമ്മ പറഞ്ഞിരുന്നില്ല. മാത്രമല്ല അമ്മ ഇത് പറഞ്ഞുവെന്ന് താൻ അറിയരുതെന്ന് അവരോട് നിർബന്ധം ചെയ്തിരുന്നു. അപ്പോൾ ഈ വിവാഹം നടക്കരുതെന്ന് അമ്മയെ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് തൻ്റെ അമ്മയാണെന്നാണ് താൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അമ്മയിൽ നിന്നും ഇത്തരമൊരു രീതി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓരോ ചിന്തകളിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ICUവിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് അയാൾക്കരികിലേക്ക് ചെന്നു. എന്തായി ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കുറച്ചധികം വൈകിപ്പോയി. പിന്നെ ബ്ലഡ് കുറെ പോയിട്ടുണ്ട്. ബ്ലഡൊക്കെ കയറിയതിനു ശേഷം ബോഡി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. മാക്സിമം ഞാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ജീവൻ നിലനിർത്തുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിന് തന്നെയാണത് കട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമോ സർ? എത്ര രൂപ കൊടുക്കാനും ഞാൻ ഒരുക്കമാണ്. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ശ്രുതിയെ മാത്രം തിരിച്ചു കിട്ടിയാൽ മതി. മിസ്റ്റർ സഞ്ജയ്, നിങ്ങളെ എനിക്കറിയാത്തതല്ലല്ലോ. സഞ്ജയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുത്തത്. ഇവിടെ ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ തന്നെ തയ്യാറായത്. അറിയാമല്ലോ, സംഭവം സൂയിസൈഡാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തറിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ മാത്രമല്ല എൻ്റെ ജോലിയെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. എന്നിട്ടും ഞാൻ എൻ്റെ സ്വന്തം റിസ്കിലാണ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നൽകുന്നത്. ഇതിനേക്കാളും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എവിടെ പോയാലും കിട്ടുമെന്ന് സഞ്ജയ് പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബോഡി റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്രയും പറഞ്ഞ് സഞ്ജയുടെ തോളിൽ തട്ടി ഡോക്ടർ കടന്നുപോയപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ കണ്ട് വേദനയിൽ നിൽക്കുകയായിരുന്നു അജിത. ആ സമയത്ത് ശ്രുതിയേക്കാൾ കൂടുതൽ അവൻ്റെ അവസ്ഥയിലാണ് അവർക്ക് വേദന തോന്നിയത്. ഞങ്ങളെന്നാ പോട്ടെ അജിതേ, നേരെ ഒരുപാടായി. ഇനി നിനക്കിവിടെ സഹായത്തിന് പ്രത്യേകിച്ച് ആരും വേണ്ടല്ലോ. ഇപ്പോൾ ശ്രുതിയുടെ സാറുമുണ്ടല്ലോ. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എല്ലാം മനസ്സിലായി എന്ന അർത്ഥത്തിൽ അയൽപക്കത്തെ സ്ത്രീ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അജിതയ്ക്ക് സാധിച്ചിരുന്നു. പെട്ടെന്ന് സഞ്ജയ് അവരുടെ സംഭാഷണം കേട്ട് അവിടേക്ക് വന്നു. നിങ്ങളെങ്ങനെ പോകും? സഞ്ജയ് ചോദിച്ചു. അത് കുഴപ്പമില്ല, ഓട്ടോ ഉണ്ടല്ലോ, ഓട്ടോ ഡ്രൈവറായ രമണൻ പറഞ്ഞു.
ശ്രുതിയെ ഓട്ടോയിലായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചത്. സഞ്ജയ് നോക്കി അജിത പറഞ്ഞു. എത്ര ക്യാഷായി ചേട്ടാ വണ്ടിക്കൂലി? സഞ്ജയ് പേഴ്സ് എടുത്തുകൊണ്ട് ചോദിച്ചു. അയ്യോ, അത് കുഴപ്പമില്ല. ഈ സാഹചര്യത്തിൽ പണമൊന്നും വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ശ്രുതിമോളെ തിരിച്ചു വരട്ടെ, അപ്പോൾ വാങ്ങാം. രമണൻ പറഞ്ഞപ്പോൾ സഞ്ജയുടെ കണ്ണിലൊരു തിളക്കമുണ്ടായി. എങ്കിലും അവൻ പേഴ്സിൽ നിന്നും 500-ന്റെ 4 നോട്ടെടുത്ത് രമണന്റെ ഷർട്ടിൽ വെച്ചു കൊടുത്തു. ചേട്ടന്റെ മനസ്സും പറഞ്ഞ് വാക്കും പൊന്നായിരിക്കട്ടെ. 500-ന്റെ 2 നോട്ടെടുത്ത് കൂടെ വന്ന അയൽപക്കത്തെ സ്ത്രീയുടെ കയ്യിലും നീട്ടി. എത്ര പണം ഉണ്ടെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും ഓടി വരാനുണ്ടാവുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം. അങ്ങനെ ഒരാളില്ലാത്ത ആൾക്കാർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. ശ്രുതിയുടെ അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടപ്പോൾ മനസാക്ഷി തോന്നി വന്നവരല്ലേ നിങ്ങൾ. അങ്ങോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടേണ്ട. അവൻ പറഞ്ഞപ്പോൾ അവരുടെ മുഖവും തെളിഞ്ഞിരുന്നു. അജിതയുടെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞതിനു ശേഷം അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി. ശ്രുതിയുടെ അമ്മയ്ക്ക് കുടിക്കാൻ ചായയോ മറ്റോ വേണോ? സഞ്ജയ് അജിതയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്കൊന്നും വേണ്ട കുഞ്ഞേ, കണ്ണീരോടെ അവർ പറഞ്ഞു. എങ്കിൽ ഞാൻ വേഗം വരാം. അതും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവൻ എവിടെ പോയതാണെന്ന് അവർക്കറിയില്ലായിരുന്നു. കുറ്റബോധവും സങ്കടവും എല്ലാം കൊണ്ട് ഉഴലുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ നിമിഷം അജിതയും. തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡിലെത്തിയ സഞ്ജയ് ഓട്ടോ ഡ്രൈവറോട് ഇറങ്ങാനുള്ള സ്ഥലം പറഞ്ഞ ശേഷം കണ്ണുകളടച്ച് ഓട്ടോയിൽ ഇരിക്കുകയായിരുന്നു. ഡ്രൈവർ അമ്പലത്തിൻ്റെ മുൻപിൽ വണ്ടി നിർത്തിയപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവൻ അമ്പലത്തിനുള്ളിലേക്ക് കയറി. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ക്ഷേത്രത്തിലെത്തുന്നത്. ഒരിക്കൽ ശ്രുതി തന്നെ നിർബന്ധിച്ചത് അവൻ ഓർമ്മിക്കുന്നു. അന്ന് തനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. അതിന് കാരണം ജീവിതത്തിൽ നേരിട്ട അനുഭവങ്ങളാണ്. അത് അത്രത്തോളം തീവ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അമ്പലത്തിൽ വരുവാനോ ഈശ്വരവിശ്വാസം ഉണ്ടാകുവാനോ തോന്നിയില്ല. എന്നാൽ ഈ നിമിഷം അവൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ ഈശ്വരന്മാർക്ക് അത്രയും പ്രിയപ്പെട്ടവളാണ് അവൾ. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നിട്ടും ഈശ്വരനെ തള്ളിപ്പറയാതെ സ്നേഹിച്ചവൾ. ഒരുപാട് ഇഷ്ടമുള്ളവരെ ഈശ്വരൻ ഒരുപാട് പരീക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതായിരിക്കും ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ശ്രീകോവിലിൻ്റെ മുൻപിൽ നിന്ന് അവൻ അറിയാതെ പൊട്ടിക്കരഞ്ഞിരുന്നു. കണ്ണുകളിൽ നിന്നും ധാരയായി കണ്ണീരൊഴുകി. ഉള്ളിലൊരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ പ്രിയപ്പെട്ടവൾക്കൊന്നും സംഭവിക്കരുത്. അതിനു പകരമായി വേണമെങ്കിൽ തൻ്റെ ജീവനെടുത്തോളൂ. സന്തോഷത്തോടെ അവൾക്ക് വേണ്ടി മരണം വരിക്കും. പക്ഷേ ജീവനോടെ ശ്രുതിയെ തനിക്ക് കാണണം. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം. തൻ്റെ മുഖത്ത് നോക്കി പഴയതുപോലെ സഞ്ജുവേട്ട എന്ന് അവൾ വിളിക്കണം. ആ ഒരു പ്രാർത്ഥനയോടെയാണ് അവൻ ശ്രീകോവിന് മുൻപിൽ നിന്നത്. അകലെയിരുന്ന് ഏതോ ഒരു ശക്തി അവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടോ എന്തോ ശ്രുതിയുടെ ബോധമണ്ഡലത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു തുടങ്ങി. ഹോസ്പിറ്റലിലെ പൾസ് മെഷീനിൽ ഏറ്റക്കുറച്ചിലുകൾ വർദ്ധിച്ചു തുടങ്ങി. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിൽ നിന്നും ജീവിതത്തിലേക്ക് ശ്രുതി പതിയെ തിരികെ വരാൻ തുടങ്ങി. ആ നിമിഷവും നെഞ്ചു പൊട്ടി ഒരുവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.